പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇന്നലെ ഒരു ഹൃദയവുമായിട്ട് ഒരു ആംബുലൻസ് പോകുന്നതും ഒരു ഹെലികോപ്റ്റർ ഉയർന്നു പൊങ്ങുന്നതും എല്ലാം നിങ്ങൾ കണ്ടു കാണും. അതിനെപ്പറ്റിയുള്ള ഒരുപാട് വാർത്തകളെല്ലാം വിവിധ മാധ്യമങ്ങളിലെല്ലാം ഇന്നലെ മുഴുവൻ സംപ്രേഷണമുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് അപകടം നടന്ന ജോമോൻ എന്ന് പറഞ്ഞ ഒരാളുടെ 6 അവയവങ്ങളാണ് ദാനം ചെയ്തത്. അപ്പം ഇന്നലെ ആ വാർത്ത കേട്ടപ്പോഴത്തേന് തൊട്ട് ഇതെന്താ എങ്ങനെയാണ് സംഭവിച്ചത്, ഈ അപകടം എങ്ങനെയാണ് അദ്ദേഹത്തിന് പറ്റിയത്, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ ഒരുപാട് തിരക്കിയിട്ടൊന്നും അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം കിട്ടിയില്ല. അപ്പോൾ ഒരു ബൈക്ക് അപകടം മൂലമാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എങ്ങനെയാണ് എവിടെ വെച്ചാ സംഭവിച്ചെന്നുള്ളത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് എനിക്ക് എന്നെ പൂർണ്ണമായ വിവരം കിട്ടിയത്. അപ്പൊ നമ്മുടെ കൊട്ടാരക്കര ബ്ലൂം റെസ്റ്റോറന്റ് ഉടമയും ഫോട്ടോഗ്രാഫറുമായ ജോമോൻ, അദ്ദേഹമാണ് മരണപ്പെട്ടത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ അവയവങ്ങൾ എല്ലാം ദാനം ചെയ്തായിരുന്നു. ആ ദാനം ചെയ്ത ഹൃദയവുമായിട്ടൊക്കെയാണ് ആംബുലൻസ് ഇന്നലെ ചീറിപ്പായുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടത്. തലവൂർ വടകോട് ബദേൽ ചരുവിളയിൽ തേവലക്കര കുടുംബാംഗം ഐസക് ജോർജ് ജോമോന്റെ ഹൃദയവുമായിട്ടാണ് ആഭ്യന്തര വകുപ്പിന്റെ ഹെലികോപ്റ്റർ കൊച്ചിയിലെത്തിയത്. വൈകിട്ട് 7 മണിക്കാണ് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത്. എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന 28-കാരനായ അങ്കമാലി സ്വദേശിക്കാണ് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു. ഈ മാസം 6-ാം തീയതി രാത്രിയാണ് കൊട്ടാരക്കര കിഴക്കേത്തെരുവിലുണ്ടായ അപകടത്തിൽ ജോമോന് പരിക്കേൽക്കുന്നത്. അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിച്ചുവെന്ന് മാത്രമേ അറിയാൻ പറ്റിയുള്ളൂ. അപകടത്തിൽ ചികിത്സയിലിരിക്കെയാണ് ബുധനാഴ്ച വൈകുന്നേരം ജോമോന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ജോമോന്റെ ബന്ധുക്കളുടെ സഹായത്തോടുകൂടിയാണ് ഹൃദയം, വൃക്കകൾ, കരൾ, കോർണിയ എന്നിവ 6 പേർക്കാണ് പൊതുജീവൻ നൽകിയിരിക്കുന്നത്. 33-കാരനായ ജോമോനെ ഈ ഡ്യൂക്ക് എന്ന പറഞ്ഞ വാഹനമാണ് അമിത വേഗത്തിലെത്തി ഇടിച്ചു തെറിപ്പിക്കുന്നത്. വഴിയരികിൽ പാർക്ക് ചെയ്ത തന്റെ വാഹനത്തിന്റെ സമീപത്തേക്ക് നടന്നു വരുന്നതിനിടെയായിരുന്നു ഈ വാഹനം വന്ന് ഇടിച്ചു തെറിപ്പിക്കുന്നത്. പരിസരവാസികൾ പറയുന്നത് ഏകദേശം 100-120 മൈൽ സ്പീഡിലാണ് ഈ വാഹനം എത്തി ഇടിച്ചു തെറിപ്പിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. കൊട്ടാരക്കരയിൽ ബ്ലൂം റെസ്റ്റോറന്റ് ഉടമയായിരുന്നു ഐസക് ജോർജ് എന്ന ജോമോൻ. ഭാര്യ നാൻസി മറിയം, മകൾ അമേലിയ നാൻസി ഐസക്. അമിത വേഗത്തിലും മദ്യപിച്ചും റോഡിലൂടെ മരണപ്പാച്ചിൽ നടത്തുന്നവരെ നിങ്ങളൊന്ന് ഓർക്കുക. ഇതുപോലെ ഒരുപാട് ജീവനുകൾ നിരത്തിൽ അവരുടെ കുടുംബങ്ങൾ എല്ലാം ഒരേ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആൾക്കാർ വഴിയരികിലുണ്ട്. അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് നിങ്ങൾ ഒരു നിമിഷത്തെ ആവേശം കൊണ്ട് ഇല്ലാതാക്കുന്നത്. അമിത വേഗത്തിൽ പായുന്ന നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ വീട്ടുകാരും ഇതുപോലെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ചിന്ത നിങ്ങൾക്കില്ലാതെ പോയതെന്ത്? അവരൊക്കെ നിങ്ങളെ ഓർത്ത് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പുതുപ്പള്ളി ചാലിങ്കപ്പടിയിലുണ്ടായ അപകടത്തിന്റെ വാർത്ത ഞാൻ കൊടുത്തതാണ്. ആ കാറിൻ്റെ അകത്ത് അച്ഛനും 2 കുട്ടികളും ഉണ്ടായിരുന്നു. കുട്ടികളെ എടുക്കാൻ വേണ്ടിയാണ് അവരാദ്യം ശ്രമിച്ചപ്പോഴത്തന്നെ അവരോട് കുട്ടികൾ പറഞ്ഞു, ഞങ്ങളെ നോക്കണ്ട, അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാൽ മതിയെന്നാണ് പറഞ്ഞത്. അത് കേട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്നവരുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞെന്നാണ് അവരെന്നോട് പറഞ്ഞത്. കാരണം അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് ഉറ്റവരെ കാത്ത് വീടുകളിൽ കഴിയുന്നത്. മദ്യപിച്ചും അമിത വേഗതയിലും വാഹനം ഓടിക്കുന്ന നിങ്ങൾ ഇതുകൊണ്ട് എന്താണ് നേടുന്നത്? ഈ കുടുംബങ്ങളുടെയൊക്കെ കണ്ണീരിൻ്റെ ഉത്തരം നിങ്ങൾ എത്ര തലമുറ എടുത്താലും നിങ്ങളുടെയൊന്നും ജീവിതത്തിൽ നിന്ന് പോകത്തില്ല. ഫോട്ടോഗ്രാഫറും റെസ്റ്റോറൻ്റ് ഉടമയുമായ ജോമോന്റെ ബന്ധുക്കളുടെ വാക്കുകളും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക.
എസ്പെഷ്യലി അവൻ്റെ കാര്യത്തിൽ അവൻ്റെ കണ്ണുകൾ ദാനം ചെയ്യുന്നതും അവൻ്റെ ഹൃദയം ദാനം ചെയ്യുന്നതുമാണ് മറ്റവയവങ്ങളെക്കാളും എനിക്കൊത്തിരി സന്തോഷം തരുന്നത്. കാരണം അവൻ്റെ കണ്ണാണ് അവൻ്റെ ജീവൻ. അവൻ ഒരു ക്യാമറാമാനാണ്, ഫോട്ടോഗ്രാഫറാണ്. ക്യാമറയായിരുന്നു അവൻ്റെ ജീവൻ. അവൻ്റെ കണ്ണുകൾ അവൻ കാണാൻ ബാക്കി വെച്ചതൊക്കെ കാണുന്നു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ ഡോക്യുമെൻ്റായിട്ടൊന്നും ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയില്ല, പക്ഷേ അവനത് എപ്പോഴും പറയുമായിരുന്നു. കാരണം നമ്മുടെ ഒരു സൈൻ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ലോകത്തുനിന്ന് പോകാനെന്നുള്ളത് അവൻ എപ്പോഴും പറയുമായിരുന്നു. ഇന്ന് ലൈവ് വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ സർപ്രൈസ് ആയത്. കാരണം അവൻ്റെ ഹാർട്ട് വേറൊരിടത്ത് എത്തുന്നു. അതൊരു 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്.